അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ഫാമിലി കുക്കിങ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞുവിന് ആദ്യമായിട്ട് മക്കളെ കൂടെ സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടാണ്. ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ കറിയൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കിടക്കാൻ നോക്കുമ്പോൾ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുവിന് അവനിക്ക് രാവിലെ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാൻ പഴംപൊരി വേണമെന്ന്. അങ്ങനെ ഞാനിതാ പഴംപൊരി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്നാക്സ് ബോക്സും അതുപോലെ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള പാത്രങ്ങളും പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇതാ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെച്ച് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ദോശക്കുള്ള മാവ് രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കുഞ്ഞോനെ വിളിക്കുന്നത്. അപ്പോൾ ഇതാ ദോശ ചൂടാൻ വേണ്ടിയിട്ട് കല്ലും കൂടെ വെച്ചെടുത്തിട്ടുണ്ട്, പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഗ്യാസിൽ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഗ്യാസിലിപ്പം നമ്മുടെ ദോശയും ചുടുന്നുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ പഴംപൊരിയൊക്കെ റെഡി ആയപ്പം കുഞ്ഞോനിക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാനുള്ളത് ഈ സ്നാക്സ് ബോക്സിലേക്ക് എടുത്തു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് മാത്രമേ ഇതേപോലെ വോയിസ് ഓവർ കൊടുക്കുന്നുള്ളൂ, ബാക്കി വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല. സാധാ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ സൗണ്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ സ്കൂളിൽ പോകുന്നതും പോയി തിരിച്ചു വരുന്നതും വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ കുഞ്ഞുങ്ങൾക്കുള്ള സ്നാക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ദോശ ചൂടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാല് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലും അവിടെ തിളച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാവാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓരോന്നിൻ്റെ പുറകെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഭയങ്കര ബിസി ആയിട്ടുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതാ ദോശ ചൂടുന്നുണ്ട്. പിന്നെ മക്കൾ മോളുസും മോനുസും മദ്രസയിൽ പോയിട്ടാണുള്ളത്. അപ്പോൾ ഇതാ രാത്രി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചില്ല. അതൊക്കെ ഇവരെ പറഞ്ഞു വിട്ടതിന് ശേഷം എടുത്ത് വെക്കാമെന്ന് കരുതി അങ്ങനെ ഇതാ ദോശയൊക്കെ ചുട്ട് ഞാനിപ്പോൾ ഗ്യാസ് റോളിലേക്ക് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ഇവരിപ്പോൾ വരാനായിട്ടുണ്ട്. മക്കളിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും. അപ്പം എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം കുഞ്ഞോനെ വിളിക്കാമെന്ന് കരുതി. അപ്പോൾ അതങ്ങനെ എല്ലാം വാട്ടർ ബോട്ടിലും അതുപോലെ അവർക്ക് കപ്പും പ്ലേറ്റൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. മക്കളെ മൂന്നാളെയും ബാഗും അതുപോലെ വാട്ടർ ബോട്ടിൽ പ്ലേറ്റ് കപ്പ് എല്ലാം ടേബിളിലാണുള്ളത്. ഇനി അതൊക്കെ ഒന്ന് എടുത്ത് അതിലേക്ക് വെക്കണം. അതിന് മുമ്പായിട്ട് ഇനി കുഞ്ഞോനൊന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു വെക്കാം എല്ലാവരും. അപ്പം മെയിനായിട്ട് ഞാൻ വീഡിയോ ഇട്ടതെന്ന് ചോദിച്ചാൽ കുഞ്ഞോനൊക്കെ വലുതായാലും അവർക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലാതെ വ്യൂസ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു വെക്കുക. ഓക്കെ. കുഞ്ഞോനെ തക്കടൂസ്, ഏയ് അസ്സലാമലൈക്കും, ഹായ് അസ്സലാമലൈക്കും. ബാ ബേഗെല്ലാം എടുത്ത് സ്കൂളിൽ പോകണ്ടേ? ബേഗോ സ്നാക്സും പഴംപൊരിയല്ലേ വേണ്ടത്? പഴംപൊരി ഉണ്ടാക്കി ഉമ്മച്ചി. കുഞ്ഞോ കുഞ്ഞോനാ ബാ ഉമ്മച്ചിൻ്റെ മുത്ത് വാ. ഉമ്മച്ചി കുഞ്ഞോനിക്ക് പഴംപൊരി ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി, വെള്ളം ഒഴിച്ച് വെച്ച്. ബാ ഉമ്മൻ്റെ മുത്ത് വാ. നല്ല മോനായിട്ട് എണീച്ചിട്ട് വാ. ബിസ്മിയും കൂട്ടിയിട്ട് വാ. ബിസ്മി അല്ലേ? ബാ ഉമ്മച്ചി കൂടെ ഉമ്മ വേണ്ട. ബാ ഉമ്മച്ചി കൂടെ ഉമ്മ നല്ല മുത്തല്ലേ, ഉമ്മച്ചിൻ്റെ മോനല്ലേ? ബാ എന്താ അങ്ങനെ കുറേ സമയം കുഞ്ഞുവിനെ വിളിച്ചതിന് ശേഷം ഞാനിതാ പാത്രങ്ങളൊക്കെ ഒന്ന് ബാഗിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിനിടയിൽ അവൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ അവസ്ഥ, രാവിലെ വിളിച്ചാൽ എഴുന്നേൽക്കാത്തതും. അപ്പോൾ അവരൊക്കെ ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങനെ നേരത്തെ എണീക്കുന്നതും സ്കൂളിൽ പോകുന്നതൊക്കെ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത്തത്തെയും ഇക്കൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഭയങ്കര സാഡായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് അതിലെടുത്ത് വെക്കട്ടെ.
അങ്ങനെ അതൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് കുഞ്ഞുവിനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പഴംപൊരിയാ തുറന്നു നോക്ക്. വേഗം പല്ലേക്കണോ? ഇപ്പല്ല, അതെനിക്ക് വേറെ ഉണ്ട്, തിന്നാൻ വേറെ ഉണ്ട് കേട്ടാ. ഇത് തിന്നാ കെഞ്ചുവിന് വേണം, കെഞ്ചുവിനും കൊടുത്തോന്നിട്ടാ. മറ്റേത് ഇന്ന് വെക്കണ്ട, പഴംപൊരിയല്ലേ, അതുകൊണ്ട് ചെറുതാവശ്യമില്ല. നമുക്ക് ദോശ കൊണ്ടുപോകുമ്പോൾ കറി അതിൽ കൊണ്ടുപോകും കേട്ടാ. വെള്ളം എല്ലാം കുടിക്കണം കേട്ടോ. പിന്നെ സ്കൂളിൽ നിന്ന് ചോറ് തിന്നണോ, പിന്നെ സ്നാക്സ് തിന്നുമ്പോൾ കെഞ്ചുവിനും കൊടുക്കണം കേട്ടോ. കെഞ്ചുവിനും കൊടുത്തോ ഒക്കുവാണെങ്കിൽ. ഓക്കെ, ഗുഡ് ബോയ്. ഗുഡ് ബോയാ? ഓഞ്ചിട്ട് ഗുഡ് ബോയാ? ചെരുപ്പ് കാണിച്ചു കൊടുത്തില്ലല്ലോ. അത് പോകുമ്പോൾ കാണിച്ചു കൊടുക്കാം അല്ലേ ഇവർക്ക് എല്ലാവർക്കും അല്ലേ? വന്ന് പല്ല് തേക്കണം, വാ മൂത്രയിക്കണം, പല്ല് തേക്കണം, വെള്ളം വരെ കുളിക്കാൻ വെച്ചിക്കും വെച്ചി. ഇനിയിപ്പോൾ വേഗം മൂത്രയിക്കുക, പല്ല് തേക്കുക, പിന്നെ ദോശ തിന്ന് ബാത്റൂമിൽ പോകണം, കുളിക്കണം. വണ്ടി ഇപ്പോൾ വരികയും ചെയ്യും. എന്താ സമയം എത്രയായി? 8:30. വേണ്ട, ഫുള്ള് തിന്നണോ ട്ടാ. ഓക്കെ, ഇനി പല്ലേക്കാം അല്ലേ? അങ്ങനെ ദോശ കൊടുത്തപ്പോൾ കറിയൊന്നും വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാ പഴംപൊരി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഴംപൊരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴംപൊരിയാണ് കഴിക്കുന്നത് കേട്ടോ. ദോശ ചെറിയൊരു പീസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ പാലും കൊടുത്തിട്ടുണ്ട്. പാലും മുഴുവനായിട്ടൊന്നും കുടിക്കുന്നൊന്നുമില്ല, പകുതി മാത്രമേ കുടിക്കുന്നുള്ളൂ. അപ്പോഴത്തേക്കും പിന്നെ മക്കൾ മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും സ്നാക്സൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത്, പിന്നെ ദോശയും അതുപോലെ പഴംപൊരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവർ നേരെ വന്ന് അവരുടെ സ്കൂളത്തെ പിന്നെ വാട്ടർ ബോട്ടിലും അതുപോലെ ബാഗൊക്കെ നോക്കുന്നത്. അതിന് ശേഷം അവരും പിന്നെ നാസ്ത കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ കുഞ്ഞുവിനെ കുളിപ്പിക്കാനും മാറ്റാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ നടക്കില്ല, കാരണം അവരെ കുളിപ്പിക്കലും മാറ്റലും അതിൻ്റെ ഇടയ്ക്കുള്ള ഭയങ്കര ബിസി ആയിട്ടുള്ള ടൈമാണ് ഇത്. അപ്പോൾ അതിൽ പരമാവധി ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കുളിച്ച് പൗഡറിലിട്ട് സ്പ്രേ ഒക്കെ അടിച്ച് ഇതാ വാച്ചാ. എന്താ ഹാപ്പി ഹാപ്പി ഹാപ്പി? എന്താ ചിരിക്കുന്ന? അല്ല സ്കൂളിൽ പോവാനുള്ള ബേഗ് കാണിക്ക്, ബേഗ് മുച്ചി കാണിച്ചു കൊടുക്കട്ടെ. ബേഗ് വാ, കുഞ്ഞൻ്റെ ബേഗ്. ഇത്തലും ബെർട്ട പോയിട്ട് ഇതാക്കേ. കയ്യിൽ കഴുകേ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പോകുമ്പോൾ തന്നാൽ മതി, ഇപ്പം ഇല്ല, പോകുമ്പോൾ തന്നാൽ മതി. ഓക്കെ ഓക്കെ. കൊമ്പ് വന്നോ? ഇത്താൻ്റെ എടുത്തിട്ടില്ല. വാ, ടൗലയിൽ വെക്കേ. വാ, ഇനി നടന്നു പോ, മൂന്നാളും വാ, കയ്യും പിടിച്ചിട്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മോനെ
ഹൈ പോവില്ല. പോവാനായിക്കില്ല. ഉമ്മച്ചി എടുക്കണ വേഗേ എന്നാ നടക്ക അടക്ക് ഉമ്മച്ചി കയറ്റി തരാം. അടക്കേ ഓരെ വിളിച്ചിട്ടില്ലല്ലോ അല്ലേ? അസാനല്ലോ വരുമായിരിക്കും അല്ലേ? അതെ ഇനി തിരിച്ചു പോണ്ട. അങ്ങനെ കുഞ്ഞോനിത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തറവാട്ടിൻ്റെ മുറ്റത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഉപ്പാനോടൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറില്ല കേട്ടോ. ഇത് ഉപ്പാപ്പടി ആയിട്ടാ വിളിച്ചോ. ഓനെ സ്കൂളിൽ പോന്നാ എന്ത് ബാഗ് അതിൽ വെക്കണ്ടേ? ബാഗ് പുറകിൽ വെക്കണ്ടേ? ഓന് മടിയിലെത്തിക്കാം. കുഞ്ഞനെ കുഞ്ഞോനെ കുഞ്ഞോൻ കുഞ്ഞോനെ കുഞ്ഞോനവിടെ നിർത്തിയിട്ടുണ്ട്. ആ നാടെ ഇരുത്തുന്നുണ്ട്. ആ മോളെ നോക്കണം കേട്ടോ. ആ വലക്കും അങ്ങനെ മക്കളൊക്കെ പോയി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് വീടിൻ്റെ അവസ്ഥ പറയണ്ട, എല്ലാം വാരി വലിച്ചിട്ടിട്ടാണുള്ളത്. അതുപോലെ തന്നെ വീട്ടിൽ കയറിയ പാകം എന്തോ ഒരു എന്താ പറയുക, പിന്നെ ഇതുവരെ മക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു വിഷമം പോലെ. അപ്പോൾ അത് കഴിഞ്ഞ് പണിയൊക്കെ എന്താ എടുക്കണ്ടേന്ന് അറിയുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഇതാ അവരെ കൂട്ടാനുള്ള സമയമായിട്ടുണ്ട്. അതിനിടയിൽ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാ മേലേക്ക് ഓനെ കൂട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ വണ്ടി വരാനായിട്ടുണ്ട്, ഇപ്പോൾ വരും. അപ്പോൾ ഞാൻ വെയിറ്റിങ്ങിലാണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ അവരിന്ന് കുറച്ച് നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വണ്ടി വന്നിട്ടുണ്ട്. ഇനി അവന് വന്നതിന് ശേഷം വിശേഷങ്ങൾ അറിയാം. പാർക്കിൽ കളിച്ച് കുപ്പിയെടുത്തു ഉള്ളിലുള്ള അതില വെച്ച അല്ലോ വലിയ മോനെ പാർക്ക് തൂരി കളിച്ചിക്കാ. ഊരുന്നതിൻ്റെ അകത്ത് കയറുന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഇല്ലേനാ? വെള്ളം ഇല്ലേനോ? ഇന്നലെ വെള്ളം ഉണ്ടേനല്ലോ. വൃത്തിയാക്കിക്കാ. നടക്കേ വേണ്ട ഏയ് അത് മാന്തോ. നടക്കേ അടക്കേ ഉമ്മച്ചി ബാഗ് പിടിക്കാ. കൊണ്ട കൈക്ക് വേണ്ടേ? മെല്ലെ അല്ലോ പിടിക്കണ്ടേ? ഇനി പിടിക്കണ്ടേ? നല്ല രസമുണ്ട് സ്കൂളില്. സ്കൂള് നല്ല രസമുണ്ടോ? വാ വെയില്. സ്കൂള് നല്ല രസമുണ്ടോ? ചോറുന്നോ? എന്നാ അവിടെ കയറി ഇരിക്കേ. വെച്ച് ഒന്ന് അവിടെ ഇരിക്കേ. നിനക്ക് അവിടെ കുമ്മച്ച് കയറണ്ടേ? അന്ന് പഠിച്ചു സ്കൂളിൽ പോയി വന്ന്
ആരെടുത്ത് ഇരുന്നേ? ആരെടുത്ത് ഇരുന്ന മോനെ? ഇവിടെ ഇരിക്ക്, ഉമ്മച്ചി ചോദിക്കട്ടെ. ആരെടുത്ത് ഇരുന്നേ? അല്ലോ ചെരുപ്പ് കഴിച്ചിട്ടില്ല. ബിലുവിൻ്റെ അടുത്തായിരുന്നേ? ആ ഇല്ല. ഇനിയും ബിലു ഇരുന്നേ? എന്നാൽ ഇനിയും ബിലുവിനെ ഒരു ക്ലാസ്സിലിരുത്തല്ലേ? ഇനി ബിലുവിൻ്റെ ക്ലാസ്സിലിരുന്നു എന്നല്ലേ? ഓക്കെ സെറ്റ്. എന്തെന്നേ? ആ പേൻ്റെ അതിലൊന്നോട്ടെ, ഉമ്മച്ചി വെറുതെ വെച്ചതായില്ലേ, അവിടെ നിന്നോട്ടെ. ഒന്ന് വേണം. ആ മെല്ലെ. എന്തെന്ന് എടുത്തു? ആ അല്ലോ തിരിച്ചാ വെച്ചിക്കേ. ആ വെള്ളം കുടിച്ചിക്കാ? ആ പിന്നെ കപ്പ് പാൽ കുടിച്ച്? പിന്നെ പാല് തന്നിക്കില്ല? എന്നാ നോക്കണേ. അല്ലോ പ്ലേറ്റില്ലല്ലോ വെള്ളം. ആ വെള്ളം ഉണ്ട് അല്ലേ? അനുസാരല്ല കൊണ്ടാ തുടച്ചിട്ട് വെക്കാം. പിന്നെ ആ ടവൽ ഇടുന്നോട്ടെ. എന്ത് ബുക്ക്? പിന്നെ സ്നാക്സ് ബോക്സ് ഇടേ വേണോ? വേണ്ട? എനിക്കെന്ത് ചോറിന് കറി സ്കൂളിൽ വേണോ? എന്തെന്ന് എനിക്കെന്ത് ചോറിന് കറിയില്ല? സാമ്പാറോ? പിന്നെ എന്തുപ്പേരി? എന്തുപ്പേരി? നെയ്യുപ്പേരിയോ? അത് സാധനം നെയ്യുപ്പേരിയോ? അതെന്നാ പുതിയ ഉപ്പേരി? നെയ്യോ? അങ്ങനെ ഞാനും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവനിക്കും കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അവന് കുറച്ച് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഇന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മക്കളും എത്തിയിട്ടുണ്ട്, മറ്റവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവരും പിന്നെ ടി വിൻ്റെ മുമ്പിലായി. അതിനുശേഷം പിന്നെ കുറേ സമയം അവർ ടി വിയും കണ്ടിരുന്നേ. പിന്നെ ഞാൻ പഴംപൊരി രാവിലെ പൊരിച്ചതിൻ്റെ ബാക്കി മാവുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ബാക്കി പഴം കൂടെ എടുത്തിട്ട് അവർക്ക് പിന്നെ വൈകുന്നേരത്തേക്ക് ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അങ്ങനെ അവർ ചായ കുടിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.